ഒബ്ജക്റ്റ് ആസ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? സോ പാരാമീറ്റേഴ്സിലൂടെ നമുക്ക് ഡാറ്റാസ് ആക്സസ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇനി ഒരു ഒബ്ജക്റ്റ് തന്നെ ഒരു പാരാമീറ്റേഴ്സ് ആയി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരാമീറ്ററിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാസ്സിലുള്ള ഡാറ്റ മെമ്പേഴ്സും അതുപോലെ തന്നെ മെമ്പർ ഫങ്ഷൻസും നമുക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് റീയൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, പ്രീവിയസ് കേസിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു, ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആക്സസ് ചെയ്തു, എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിപ്പോ രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകൾക്ക്, ഓക്കെ, രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ ഡാറ്റാസും മറ്റൊരു ക്ലാസ്സിലോട്ട് ആക്സസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നമ്മൾ പാരാമീറ്റേഴ്സിൽ ഒബ്ജക്റ്റ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫീച്ചർ നമ്മുടെ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇതിനൊക്കെ ഓരോ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കോഡിന്റെ മോഡുലാരിറ്റി, നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ പല പല കുഞ്ഞു കുഞ്ഞു മോഡ്യൂളുകളായിട്ട് തിരിച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എൻകാപ്സുലേഷൻസ് കൊണ്ടുവരാൻ പറ്റും. എൻകാപ്സുലേഷൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റയും മെമ്പർ ഫംഗ്ഷനും എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ കോഡുകൾ തന്നെ നമുക്ക് റീയൂസ് ചെയ്തെടുക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ്. ഒരു പ്രോഗ്രാം നോക്കാം. ഓക്കെ, ഈ പ്രോഗ്രാമിനകത്ത് പറയുന്നത് ആദ്യം നമുക്ക് ക്ലാസ് നെയിം ആദ്യം അത് കൊടുത്തു, പിന്നെ അതിനാവശ്യമുള്ള ഡാറ്റ മെമ്പേഴ്സ് നമ്മൾ കൊടുത്തു. സ്ട്രിങ്ങിനകത്ത് ഒരു നെയിം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്റിനകത്ത് ഏജ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു കൺസ്ട്രക്ടർ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ക്ലാസിന്റെ അതേ നെയിമിലായിരിക്കണം കൺസ്ട്രക്ടർ ഉണ്ടാവേണ്ടത്. കൺസ്ട്രക്ടർ ഇതിലൂടെയാണല്ലോ നമ്മൾ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യണം. ദെൻ അതിന്റെ ഡീറ്റെയിൽസ്, അപ്പൊ അതും സ്ട്രിങ്ങിനകത്ത് n എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഒരു പേര് കൊടുത്തു. ഇന്റിനകത്ത് a എന്ന് പറഞ്ഞു. അതായത് എന്നിനകത്തുള്ള എന്ത് ഡാറ്റയും നെയിം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, എക്കകത്ത് വരുന്നത് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യണം. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിലെ ഡാറ്റ മെമ്പേഴ്സും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതേ ക്ലാസ്സിനകത്ത് മെമ്പർ ഫങ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. മെമ്പർ ഫങ്ഷൻ പറഞ്ഞാൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം ഈ നെയിമും ഏജും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏജ് പ്രിന്റിൽ നമ്മൾ നെയിം എന്ന് കൊടുത്തു, എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അത് നമ്മൾ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഏജ് എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു. ഇത് എന്തിനകത്താണ്? ക്ലാസ്സിനകത്താണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതും ക്ലാസ്സിനകത്താണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തു. ക്ലാസ്സിനെ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തു, ആ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ക്ലാസ് അല്ല, നമുക്ക് രണ്ട് ക്ലാസ്സുകൾ വേണം. എന്തിനാ? ഈ ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീച്ചർ എന്താ? നമുക്ക് ഒരു ക്ലാസ്സിലുള്ള അതേ ഫീച്ചേഴ്സ് മറ്റൊരു ക്ലാസ്സിന് കൂടി ആക്സസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഫീച്ചർ. ഒബ്ജക്റ്റ് നമ്മൾ പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇനി ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ്സും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. സോറി, പുതിയൊരു ക്ലാസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരു ഒബ്ജക്റ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്താണ് നടക്കുന്നത്. ഇതിനകത്ത് നോക്കിയേ, വോയിഡ്, അതായത് വേറൊന്നും നമുക്ക് റിട്ടേൺ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. വോയിഡിനകത്ത് പ്രിന്റ് സ്റ്റുഡന്റ് ഒരു ഫംഗ്ഷൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഈ ഒരു ലൈൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിലോട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പ്രിന്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു, ഒരു നെയിം കൊടുത്തു. ദെൻ അത് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡന്റ് എസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റുഡന്റ് എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ സ്റ്റുഡന്റ് ക്ലാസ്സിനകത്ത് ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മീനിങ്. ഓക്കെ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ ഡാറ്റയും എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒബ്ജക്റ്റ്, ഇതിനെ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് തെറ്റിക്കാതെ ഇതുപോലെ പഠിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വോയിഡ് മെയിൻ ഓപ്പൺ ചെയ്തു. എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഡിസ്പ്ലേ ചെയ്യണം. എന്തിനാ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു എസ് ഡോട്ട്, എന്നിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതിന്റെ കോൾ നമുക്ക് നേരെ എന്ത് ചെയ്യും? കോളിംഗ് മെത്തേഡ് ഓഫ് സ്റ്റുഡന്റ് ക്ലാസ്. അപ്പൊ ഇതിന്റെ കോൾ നേരെ പോകുന്നത് ഇവിടേക്കായിരിക്കും. ഓക്കെ, കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ അതൊക്കെ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്കറിയാം വോയിഡ് മെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് വോയിഡ് മെയിനിലൂടെ മാത്രമാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വോയിഡ് മെയിൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ക്ലാസ് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പാരാമീറ്റേഴ്സിനുള്ള ഡാറ്റാസ് നമുക്ക് സപ്ലൈ ചെയ്യണ്ടേ?
അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ക്ലാസിന്റെ പേരിലായിരിക്കും നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. S1 is equal to new student എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ട്രിംഗ് ആണെങ്കിൽ ഇവിടെയും സ്ട്രിംഗ് കൊടുക്കണം. ഓക്കെ, ഈ ഡെഫിനിഷൻ സൈഡിൽ. അപ്പൊ ഈ ഇന്റ് എ ആണെന്ന് വെച്ചാൽ ഇവിടെ ഇന്റ് എ കൊടുക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവും, ഈ സംഭവങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അസൈൻ ചെയ്ത് പൊയ്ക്കോളും. ഓക്കെ, അപ്പൊ ഇത് ഒരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് S1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഫോർ ദ ക്ലാസ് സ്റ്റുഡന്റ്. ഈ സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അടുത്തത് നോക്കിയേ, ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഡി. അപ്പൊ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഡി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. ഇനിയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളത്, ഈ ഒബ്ജക്റ്റ് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യണമല്ലോ. ഓക്കെ, ഒബ്ജക്റ്റുകളെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഏതിലോട്ടാണ് പാസ് ചെയ്യേണ്ടത്? നമുക്കിപ്പോ ആകെ കയ്യിലുള്ളത് ഈ ഒരു ഫംഗ്ഷൻ ആണ് ഉള്ളത് അല്ലെ. ഈ ഒരു ഫംഗ്ഷനിലോട്ട് നമുക്ക് കൊടുക്കണം. കാരണം ഓൾറെഡി ഇവിടെ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനി ഒബ്ജക്ട് ക്രിയേറ്റഡ് ഫ്രം ദ സ്റ്റുഡന്റ് ക്ലാസ് ക്യാൻ ബി യൂസ്ഡ് ഹിയർ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നമുക്ക് ഏത് വേണമെങ്കിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരാൻ കഴിയും. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്, പാരാമീറ്റർ പാസിംഗ് ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ഡി എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ ഇപ്പൊ അതായത് ഇതിന്റെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പൊ നമ്മൾ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലാസിന്റെ, ഈ സെക്കൻഡ് ആയിട്ടുള്ള ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് പ്രിന്റ് സ്റ്റുഡന്റ്, തീർച്ചയായിട്ടും അതിന്റെ പേര് വേണം. അപ്പൊ പ്രിന്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് S1 എന്ന് പറയുന്നത് ആരുടെയാണ്, S1 എന്നുള്ള കണക്ഷൻ ഇതിന്റെയാണ്. അപ്പൊ എന്റെ ആവശ്യം എന്തായി, ഇതിനകത്ത് ഈ ഡിസ്പ്ലേക്കകത്തുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതായത് ഡിസ്പ്ലേക്കകത്തുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എനിക്ക് ഇതിനകത്തോട്ടൊരു കണക്ഷൻ കൊടുത്തു, അതായത് ഡി ഡോട്ട് പ്രിന്റ് സ്റ്റുഡന്റ് ഓഫ് S1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആരുടെയാണ്, ഫസ്റ്റ് ക്ലാസ്സിന്റെ. S1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ S1 എന്നുള്ള നമ്മൾ പാരാമീറ്റേഴ്സ് അല്ല ഇവിടെ സപ്ലൈ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന്റെ കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മാത്രമാണ് ഇവിടെ ഒബ്ജക്റ്റിന്റെ പാരാമീറ്റർ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഒബ്ജക്റ്റിന്റെ പാരാമീറ്റർ കൊടുത്ത ഉടനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എവിടെ കോൾ പോകും, ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവനും നമുക്ക് ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കോൾ ചെയ്യുമല്ലോ. ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഇത് കോൾ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിലെ കോള് പോകും. ഇതിലെ കോള് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇതിനകത്തുള്ള എസ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഓഫ് സ്റ്റുഡന്റ് ക്ലാസ് നമുക്ക് കിട്ടണം. അപ്പൊ ഈ എസ് ഡോട്ട് ഡിസ്പ്ലേന്റെ കണക്ഷൻ മുഴുവൻ എവിടെയാണ് കിടക്കുന്നത്, ഇത് അല്ലെ. അപ്പൊ ഇതിൽ കോള് പോയ ഉടനെ തന്നെ ഇവിടെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇതിന് ഡീറ്റെയിൽസ് വേണം. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഇവിടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് പാസ് ചെയ്തിട്ടുണ്ട്. പാരാമീറ്റർ നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യം എന്താന്ന് വെച്ചാൽ, ഇത് ആദ്യത്തെ ഈ വോയിഡ് പ്രിന്റ് സ്റ്റുഡന്റ് ഇവിടെ ഇത് ഇങ്ങനെ ഡിക്ലെയർ ചെയ്താൽ മാത്രമാണ് ഒരു സ്റ്റുഡന്റ് ക്ലാസ്സിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു പേര് വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും വേണം. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്നത്. കുറച്ച് കഷ്ടമുള്ള പ്രോഗ്രാം ആണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പ്രോഗ്രാമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ട ഡാറ്റാസ് കൊടുക്കുക. രണ്ടാമത് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കൊടുക്കുക. വോയിഡ് ഡിസ്പ്ലേക്കകത്ത് എന്താ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുക്കുക. ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. പിന്നെ രണ്ടാമതൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനകത്താണ് നമ്മൾ ഈ ഫംഗ്ഷനും കാര്യങ്ങളും ഒബ്ജക്റ്റുകളും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഒബ്ജക്റ്റ് പാസ് ചെയ്തിട്ടാണ്, അല്ലാതെ നമ്മൾ ത്രൂ ഔട്ട് ഡയറക്റ്റ് ഡാറ്റ കൊടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയല്ല നമ്മുടെ ആവശ്യം. ത്രൂ ഒബ്ജക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് ആ ഒബ്ജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ അതിന്റെ അർത്ഥം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സ്റ്റുഡന്റ് ക്ലാസ്സിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിലോട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്. ഇതൊക്കെ ഫസ്റ്റ് ക്രിയേഷൻ. പിന്നെ ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ഒബ്ജക്റ്റുകൾ രണ്ട് ക്ലാസ്സിലും സെപ്പറേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ആദ്യം നമുക്ക് പാസ് ചെയ്യാൻ ഡാറ്റാസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആലീസ് 20 എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ജസ്റ്റ് ഡിസ്പ്ലേ മാത്രം ആയതുകൊണ്ട് ഇവിടെ ഒന്നും നമ്മൾ കൊടുക്കില്ല, പ്ലെയിൻ ആയിട്ട് കൊടുത്തു. കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്കകത്ത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ആ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല. അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റ് പാസ് ചെയ്യണത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആരൊക്കെ തമ്മിലാണ് ഇതിന്റെ ബന്ധം, രണ്ടാമത്തെ ആദ്യം ഡി ഡോട്ട്, അതായത് ഇതിനകത്തുള്ള എല്ലാ ഡാറ്റാസും എനിക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്ത് കിട്ടണം. അപ്പൊ പ്രിന്റ് സ്റ്റുഡന്റ്, ഡി ഡോട്ട് പ്രിന്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡിന്റെ ഒബ്ജക്റ്റ്
ഈ ഒരു മെത്തേഡ് ഫംഗ്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്തു, S1 എന്നുള്ള ഒബ്ജക്റ്റ് പാസ് ചെയ്തു. S1 എന്നുള്ള ഒബ്ജക്റ്റ് ആരുടെ ഒബ്ജക്റ്റ് ആണ്, നമ്മുടെ ആദ്യത്തെ ക്ലാസ് 1ലേക്ക്. അപ്പൊ ക്ലാസ് 1ലേക്ക് ഇതിന്റെ കോളം പോകും. ഓക്കെ, അങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതിനകത്ത് റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞു അല്ലെ, ഞാൻ മുന്നത്തെ കേസിൽ ഇത് നമുക്ക് ഒന്നും റിട്ടേൺ ഇല്ല, നമ്മളിവിടെ വോയിഡ് ഡിക്ലെയർ ചെയ്തു, എക്സിറ്റ് അടിച്ചു, ഫിനിഷ്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ഇതേ പരിപാടികളൊക്കെ തന്നെയാണ്, ഈ ഒബ്ജക്റ്റും മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ ഫംഗ്ഷനിലോട്ട് വാല്യൂസ് റിട്ടേൺ ചെയ്യുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ എക്സാമിന് കൃത്യമായിട്ടും അവർ പറയും ഇന്ന പ്രോഗ്രാം ഇന്ന പോലെ എഴുതണം എന്നുള്ളത്. അത് റൈറ്റ് എ പ്രോഗ്രാം റിട്ടേണിംഗ് ആൻ ഒബ്ജക്ട്സ് ഫ്രം മെത്തേഡ്സ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയുന്ന പ്രോഗ്രാം എഴുതുക. ഇനി അതല്ല, just write a programs as object as parameters and returning object as parameters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എഴുതുക. ഓക്കെ, ഇങ്ങനെ അവർ സ്പെസിഫൈ ചെയ്ത് പറയും. എന്തെങ്കിലും ഒരു പ്രോഗ്രാം എഴുതുകയല്ല, അതിനാണ് ഞാൻ എല്ലാ എക്സാമ്പിളുടെ കൂട്ടത്തിലും ഒരു പ്രോഗ്രാം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതേ പ്രോഗ്രാം ഇതുപോലെ അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ റിട്ടേണിംഗ് ഒബ്ജക്ട്സ് ആൻഡ് മെത്തേഡ്സ്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ആദ്യം ഇതിനകത്ത് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ, രണ്ട് റെക്ടാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് അതിൽ ബിഗ്ഗസ്റ്റ് ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മളുടെ ആവശ്യം. അപ്പൊ ആദ്യം ക്ലാസ്സിനകത്ത് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നെയിം നമ്മൾ കൊടുത്തു. അതിനുശേഷം അതിന്റെ ഡാറ്റ മെമ്പേഴ്സ് ഇന്റിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക, ലെങ്ത്തും വിഡ്ത്തും വേണം, അത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അതിനൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞൊരു പേരിൽ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇന്റ് L ഇന്റ് W എന്ന് പറഞ്ഞിട്ട്, പിന്നെ ആ മുന്നത്തെ അതേ പ്രോഗ്രാം പോലെ തന്നെയാണ്. എന്നിട്ട് ലെങ്ത്തിന് നമ്മൾ ആക്സസ് കൊടുക്കുകയാണ്. ഈ L എന്ത് വന്നാലും ലെങ്ത്തിൽ സേവ് ചെയ്യാം, W എന്ത് വന്നാലും വിഡ്ത്തിൽ സേവ് ചെയ്യാം. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതൊരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തത് ഇവിടെയാണ് ഇതിന്റെ ഫോർമുലയും കാര്യങ്ങളും വരുന്നത്. എന്തിന്, ഈ കമ്പയറിംഗ് സെക്ഷൻ ഉണ്ടാവുമല്ലോ, ലാർജ് ഏത് സ്മോൾ ഏതെന്ന് രണ്ടിന്റെയും കൂടെ. ആ ഒരു കേസാണ് ഇവിടെ. അതായത് ആദ്യത്തെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസ്സിന് ലാർജർ കമ്പയർ ടു റെക്ടാങ്കിൾ ഓഫ് 2, രണ്ടാമത്തെ റെക്ടാങ്കിളുമായിട്ട് കമ്പയർ ചെയ്യൂ എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇതുപോലെ കൊടുക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ റെക്ടാങ്കിളിലെ ലാർജർ ആയിട്ട് രണ്ടാമത്തെ റെക്ടാങ്കിളുമായിട്ട് കമ്പയർ ചെയ്യാൻ ആ ഒരു സ്റ്റെപ്പ് എഴുതി. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് വേണമല്ലോ. രണ്ട് റെക്ടാങ്കിൾ ഉണ്ട്, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ മുന്നേ ഒരു കേസ് പഠിച്ചിട്ടുണ്ട്, ദിസ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ദിസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ദിസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ട് ആദ്യം വരുന്ന വാല്യൂല് നമ്മൾ അത് ആദ്യത്തെ ഒബ്ജക്ട് ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ദിസ് എന്ന് പറയുക. ഓക്കെ, ദിസ് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിൽ ആ വരുന്ന ടൈമിൽ വരുന്ന ആ കറണ്ട് വാല്യൂ എന്താണോ അതിനെയാണ് നമ്മൾ ദിസ് കൊണ്ടെന്ന് ചോദിക്കുക. ദിസ് ലെങ്ത് സ്റ്റാർ ദിസ് വിഡ്ത്ത്. അപ്പൊ ആദ്യം വരുന്ന വാല്യൂവിനെ ആദ്യത്തെ ഏരിയ ആയിട്ട് അവർ കണക്കാക്കും. ദെൻ ഇന്റ് ഏരിയ 2ല് R2 ഡോട്ട് ലെങ്ത് സ്റ്റാർ ഒരു വേരിയബിൾ കൊടുത്തുന്നില്ല, R2 ഡോട്ട് വിഡ്ത്ത്. അപ്പൊ രണ്ടാമത് വരുന്നത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണല്ലോ ഏരിയ എന്നുള്ളത്. രണ്ടാമത്തേൽ ഏരിയ 2 എന്ന് പറഞ്ഞിട്ട് സേവ് ആവും. അപ്പൊ ഇപ്പൊ രണ്ടിനും ഒരു ഉത്തരം കിട്ടും അല്ലെ. അത് കമ്പയർ ചെയ്യും. അപ്പൊ റിട്ടേണിനകത്ത് ഏരിയ 1 ഗ്രേറ്റർ ദാൻ ടു ഏരിയ 2. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഏരിയ 1 ഏതോ ഒരു നമ്പർ അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതും ഏരിയ 2 കമ്പയർ ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടുമല്ലോ. ഇപ്പൊ ഏരിയ 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പ്രിന്റ് ചെയ്യാൻ പറയും. ഏരിയ 2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ R2 പ്രിന്റ് ചെയ്യാൻ പറയും. ഓക്കെ, R2 ആണ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ 4 into 5 ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇവിടെ ഈ പ്രോഗ്രാമിൽ 20 എന്നല്ല പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല അതിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഏതാണോ അത് അതേ കണക്കാണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു കാൽക്കുലേഷൻ പാർട്ട്. ഇനി ഈ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. ഇതൊക്കെ എല്ലാം ക്ലാസ്സിനകത്താണ് ഇതൊക്കെ സേവ് ചെയ്തിരിക്കുന്നത്, അത് മറക്കരുത്. ഇത് ക്ലാസ് ഓപ്പൺ ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു, ക്ലാസ്സിനകത്ത് തന്നെയാണ് ഈ കാൽക്കുലേഷൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷൻ ക്ലാസ്സിനകത്താണ് നമ്മൾ സേവ് ചെയ്യുന്നത്. സോ ക്ലാസ്സിനകത്ത് നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇതിനകത്ത് ലെങ്ത് നമുക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്ലസ് ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലസ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു ഫീച്ചർ. ദെൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം നമുക്ക് വേണ്ടത് പബ്ലിക് ക്ലാസ് മെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് സ്റ്റാറ്റിക്കിനകത്ത് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ കേസ് നോക്കി. ഇതിനകത്ത് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കോൾ ചെയ്യണം. അതായത് നമ്മൾ കമ്പയർ ചെയ്യണമല്ലോ. കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിലെ ഒബ്ജക്ട്, ആദ്യത്തെ ക്ലാസ് 1ന്റെ ഒബ്ജക്ട് റെക്ടാങ്കിൾ R1
എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാസ്സിന് ന്യൂ റെക്ടാങ്കിൾ 4,5 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 4,5 എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാല്യൂ ഇവിടെ 4ഉം രണ്ടാമത്തെ വാല്യൂ നമുക്ക് ഇവിടെ 5ഉം എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കോൾ ചെയ്യുമ്പോൾ 4, 5 എന്ന് പറഞ്ഞ് കൊടുത്തു, ലെങ്ത്തിനും വിഡ്ത്തിനും 4, 5 എന്ന് കൊടുത്തു, അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. മറ്റേത് രണ്ടാമത്തെ റെക്ടാങ്കിളിൽ ഒബ്ജക്ട് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ R2 ന്യൂ റെക്ടാങ്കിൾ 3,6. അപ്പൊ 2 ഡിഫറെന്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇത് രണ്ടാമത്തെ റെക്ടാങ്കിളിൽ കിട്ടി, 3ഉം 6ഉം പറഞ്ഞിട്ട് സെക്കൻഡ് ടൈം നമുക്ക് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തേത് എന്താണ്? റെക്ടാങ്കിൾ അതേ ക്ലാസിന്റെ പേര് കൊടുക്കുക, എന്നിട്ട് ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ്? ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട്. സോ R1 ഡോട്ട് ലാർജർ R2, അതാണ് നമ്മളിവിടെ ഒരു ഫോർമുല നമ്മൾ കൊടുത്തില്ലേ, അതേ കാര്യം നമ്മളിവിടെ പറയാണ്. R1 ആണോ ലാർജർ എന്ന് R2നേക്കാളെന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഈ ഇങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, മെത്തേഡ് ഒരു ഒബ്ജക്റ്റിലോട്ട് അത് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അത് കമ്പയർ ചെയ്ത് നമുക്ക് ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മൾ അതിനെ പ്രിന്റ് ചെയ്തു, ലാർജർ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, ഇനി ഒരു ഫംഗ്ഷൻ കൂടെ നമ്മൾ കൊടുക്കണം. കാരണം ഇവിടെ ഒരു സാധനം നമുക്ക് പ്രിന്റ് ചെയ്യാനുണ്ട് അല്ലെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ലെങ്ത്, ഇതിൽ കിട്ടിയ ലെങ്ത്, അതായത് കമ്പയർ ചെയ്ത് കിട്ടിയ ലെങ്ത്തും വിഡ്ത്ത് എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് കിട്ടിയിട്ടുള്ളതിൽ വലിയ വിഡ്ത്ത് ഏതാണോ അതും, അതിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ വേണം. ഈ സാധനം കൂടെ പ്രിന്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ പുതുതായി കിട്ടി സ്റ്റോർ ചെയ്തത്, അതായത് കമ്പയർ ചെയ്ത് കിട്ടിയിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസിനെ കോൾ ചെയ്തിട്ട് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി, ഇതിന്റെ കോള് നേരെ ഇങ്ങോട്ട് പോയി. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്തുള്ള വാല്യൂ ആയിരിക്കും ഇനി നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ എന്തൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും, ലാർജ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ലാർജ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ലാർജ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. എന്നിട്ട് ലാർജ് എന്നുള്ള ലെങ്ത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ, ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തു. ആ കമ്പയർ ചെയ്തതിനകത്ത് വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ളതായിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. ഇതിനകത്ത് ആകെ എന്താ പറയണത്, ഈ കിട്ടിയിരിക്കുന്ന റിട്ടേൺ ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ കമ്പയർ ചെയ്തിട്ട് റിട്ടേൺ ടു ദാറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ റിട്ടേൺ ടു ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള ആൻസറിന് നമ്മൾ റിട്ടേൺ ചെയ്യുള്ളൂ. എന്നിട്ട് ആ ആൻസർ ആയിട്ടല്ല നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്, ആ വാല്യൂസിനെ മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുള്ളൂ. സോ ഇതിനകത്ത് വരുന്ന അപ്പോൾ എന്താണ്, വാല്യൂസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ലെങ്ത് 4ഉം ലെങ്ത് 5ഉം ആണ് ഈ തന്നിരിക്കുന്ന രണ്ട് റെക്ടാങ്കിളിലുള്ളതിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കറിയാം 6 into 3ഉം ചെയ്തു, 5 into 4ഉം ചെയ്തു. സോ 5 into 4 ആയിരിക്കും ഏറ്റവും വലുത് അല്ലെ, 4 into 5 ആണ് ഏറ്റവും വലുത്. അപ്പൊ അങ്ങനെയാണ് ഇത് കമ്പയർ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റിട്ടേൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ റിട്ടേൺ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആക്സസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഓക്കെ, ദ ഏരിയ ഗ്രേറ്റർ ദാൻ ഏരിയ 2 എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ റിട്ടേൺ എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇത് റിട്ടേൺ ചെയ്തിട്ട് ആർക്ക് കൊടുക്കും, ഇവിടെ സോൾവ് ചെയ്ത ആൻസർ നേരെ ഡിസ്പ്ലേക്ക് അല്ല കൊടുക്കുന്നത്, നേരെ ഡിസ്പ്ലേക്ക് കൊടുക്കാത്ത പകരം ലാർജർ റെക്ടാങ്കിൾ ഏതാണെന്നുള്ള ഈ ഒരു ഫംഗ്ഷനിലൊക്കെയാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങോട്ടാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്തതിന് ശേഷം ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അത് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഇപ്പൊ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അപ്പൊ ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിന് കൊണ്ട് എന്താണ്, ഇവിടുത്തെ വാല്യൂസ് ഒക്കെ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ പ്രോഗ്രാമും ഇതുപോലെ തന്നെ പഠിക്കുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്, സ്ഥിരമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ദെൻ ഇത് തമ്മിൽ ആദ്യം ഒബ്ജക്റ്റ് പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡാറ്റയെ റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ക്ലാസ്സിന് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. റിട്ടേണിംഗ് ഒബ്ജക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ വീണ്ടും പുതിയ ഓപ്പറേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് കോൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് റിട്ടേണിംഗ് ഒബ്ജക്റ്റ്. ഓക്കെ,